പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 2023-24 വർഷത്തെ ബാച്ചിന്റെ ഫുട്ബോൾ പരിശീലനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച ഫുട്ബോൾ പരിശീലനം നൽകി കുട്ടികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പൊന്നാനി ബ്ലോക്ക് പരിധിയിലുള്ള കുട്ടികളെ സെലക്ഷൻ ട്രയലിലൂടെ തെരഞ്ഞെടുത്ത് ഫുട്ബോൾ ഫെഡറേഷൻ നൽകുന്നതുപോലെ കേന്ദ്രീകൃത പരിശീലനം നൽകി മികച്ച ഫുട്ബോൾ പ്രതിഭകളാക്കുന്നതിനും 2024-25 വർഷത്തോടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഒരു ഫുട്ബോൾ ടീം വാർത്തെടുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ലിറ്റിൽ കിക്കേഴ്സ് എന്ന പേരിൽ പൊറൂക്കര യാസ്പോ ഗ്രൗണ്ടിൽ നടന്ന പരിശീലനത്തിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. പരിശീലനത്തിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. താഴെത്തട്ടിൽ നിന്നും കായിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവരിക, അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഈ മേഖലയിൽ നിങ്ങൾക്കറിയാം, നമ്മൾ 1500 കോടി രൂപ ഈ 7 വർഷത്തിനുള്ളിൽ തന്നെ കായിക അടിസ്ഥാന വികസനത്തിന് വേണ്ടി നമ്മളിപ്പോൾ ചെലവഴിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. കഴിഞ്ഞ ദിവസം നടന്ന സമ്മിറ്റിൽ ഏകദേശം 5000 കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപമാണ് ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം നിരവധി അവസരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കായിക സാമ്പത്തിക മേഖലയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വെച്ചത്. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഗായത്രി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർമാരായ ജയശ്രീ, ഷീജ കൂട്ടാക്കിൽ, NR അനീഷ്, പ്രേമലത, ക്ഷമ റഫീഖ്, PV രാധിക, PV സജി എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് എടപ്പാൾ. അതിരുകളില്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും. പൂർണിമ ടെക്സ്റ്റൈൽസ്, ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പൂർണിമ ടെക്സ്റ്റൈൽസ്, അൽ മദീന കോംപ്ലക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.